നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി-ടോക്കിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പഠനത്തോടൊപ്പം കുട്ടികളുടെ കലാവൈദഗ്ധ്യവും തൊഴിൽ പരിശീലനവും കോർത്തിണക്കിയുള്ള ക്രിയേറ്റീവ് കോർണർ കൂടുതൽ സ്കൂളുകളിലേക്ക്. സമഗ്ര ശിക്ഷ കേരളയും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയും ചേർന്ന് ആരംഭിച്ച പദ്ധതിക്ക് സ്വീകാര്യത ലഭിച്ചതോടെ പുതുതായി ജില്ലയിലെ 32 വിദ്യാലയങ്ങളിലേക്കാണ് വ്യാപിപ്പിക്കുന്നത്. ഒരു സ്കൂളിൽ 5.5 ലക്ഷം രൂപയാണ് ഇതിനായി ചെലവിടുന്നത്. 5, 6, 7 ക്ലാസുകളിലെ കുട്ടികൾ ക്ലാസ് റൂമിൽ നിന്ന് നേടിയെടുത്ത ആശയങ്ങളും ഗവേഷണ മനോഭാവവും സംയോജിപ്പിച്ചുള്ള നൂതന കർമ്മ പദ്ധതിയാണ് ക്രിയേറ്റീവ് കോർണർ. പാഠഭാഗങ്ങളെ തൊഴിലുമായി ബന്ധപ്പെടുത്തി പുതിയൊരു സംസ്കാരം വളർത്തിയെടുക്കുക എന്നതാണ് ലക്ഷ്യം. സംസ്ഥാനത്താകെ നടപ്പാക്കിയ പദ്ധതിയുടെ 2ാം ഘട്ടം കോഴിക്കോട് ജില്ലയിലെ 32 വിദ്യാലയങ്ങളിൽ ഉടൻ ആരംഭിക്കുമെന്നും ആവശ്യമായ സൗകര്യങ്ങൾ ഉറപ്പുവരുത്താൻ കുസാറ്റിലെ പരിശോധനാ സംഘം സന്ദർശനം നടത്തുമെന്നും സമഗ്ര ശിക്ഷ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം അറിയിച്ചു. കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിലെ നവീകരിച്ച MGNREGS, ICDS, ഹരിതകർമ്മസേന, കുടുംബശ്രീ ഓഫീസുകൾ, പഞ്ചായത്ത് ഹാൾ എന്നിവയുടെ ഉദ്ഘാടനം PTA റഹീം MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജി പൂർക്കുന്നമ്മൽ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് V. അനിൽകുമാർ, സെക്രട്ടറി ഇന്ദു, M. ധനീഷ് ലാൽ, UC പ്രീതി, ഷബ്ന റഷീദ്, P. ശിവദാസൻ നായർ, TP മാധവൻ, ബാബു നെല്ലൂളി, P. കൗലത്ത്, നജീബ് പാലക്കൽ, P. പ്രസന്ന, റൂബി നസീർ, ഡാനിഷ്, നിഷ, സുലൈഖ, സുമ, MK മോഹൻദാസ്, ജനാർദ്ദനൻ കളരിക്കണ്ടി, CV സംജിത്ത്, M. ബാബുമോൻ, സുധീർ കുന്നമംഗലം, N. കേളൻ എന്നിവർ സംസാരിച്ചു. സാമൂഹിക നീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന വർണ്ണപ്പകിട്ട് സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന്റെ പ്രചാരണാർത്ഥം കോഴിക്കോട് ബീച്ചിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ഫ്ലാഷ് മോബ്, ഫോട്ടോ പോയിന്റ് അനാച്ഛാദനം, ഹാൻഡ് ബാൻഡ് വിതരണം തുടങ്ങിയ പരിപാടികളാണ് വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും പങ്കാളിത്തത്തിൽ നടന്നത്. ഓഗസ്റ്റ് 21, 22, 23 തീയതികളിലാണ് കോഴിക്കോട് ട്രാൻസ്ജെൻഡർ കലോത്സവം അരങ്ങേറുന്നത്. ദേശീയ സെമിനാർ, ഫിലിം ഫെസ്റ്റിവൽ, കലാമത്സരങ്ങൾ എന്നിവ നടക്കും. പരിപാടിയിൽ സാമൂഹിക നീതി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ്, അഞ്ജു മോഹൻ, ഡോക്ടർ സൗമ്യ, PN ശരണ്യ, ഡോക്ടർ ഫസിൽ അഹമ്മദ്, P. സജീർ എന്നിവർ പങ്കെടുത്തു. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ നടത്തുന്ന സ്കിൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സിൽ അഡ്മിഷൻ ആരംഭിച്ചു. യോഗ്യത +2. 1 വർഷം 6 മാസം ദൈർഘ്യമുള്ള കോഴ്സുകൾക്ക് ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റ് അസിസ്റ്റും ലഭിക്കും. ഫോൺ 7994449314. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസും പട്ടികവർഗ വികസന വകുപ്പും ചേർന്ന് വയനാട് ജില്ലയിലെ ആദിവാസി വീടുകളിൽ നേരിട്ടെത്തി രോഗനിർണയവും ചികിത്സയും നടത്തുന്ന ട്രൈബൽ മെന്റൽ ഹെൽത്ത് പ്രോജക്റ്റിലേക്ക് 1 വർഷത്തേക്ക് മെഡിക്കൽ ഓഫീസറെയും സൈക്കാട്രിക് സോഷ്യൽ വർക്കറെയും നിയമിക്കുന്നു. സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം അപേക്ഷകൾ ഓഗസ്റ്റ് 30 വൈകിട്ട് 5-നകം ഡയറക്ടർ, ഇംഹാൻസ് മെഡിക്കൽ കോളേജ് PO 67308 വിലാസത്തിൽ നേരിട്ടോ തപാൽ മുഖേനയോ എത്തണം. വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ 0495 235 9352. കോഴിക്കോട് ക്ഷീര പരിശീലന കേന്ദ്രം കോമ്പൗണ്ടിൽ മുറിച്ചു സൂക്ഷിക്കുന്ന ആഞ്ഞിലി മരം ഓഗസ്റ്റ് 26 ഉച്ചയ്ക്ക് 12 ലേലം ചെയ്യും. GST അക്കൗണ്ടുള്ള വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും പങ്കെടുക്കാം. ഫോൺ 0495 241 4579. ബേപ്പൂർ നടുവട്ടത്തെ ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ ഓഗസ്റ്റ് 26, 27 തീയതികളിൽ കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ ക്ഷീരസംഘം ഭരണസമിതി അംഗങ്ങൾക്ക് പരിശീലനം സംഘടിപ്പിക്കും. രജിസ്ട്രേഷൻ ഫീസ് 20 രൂപ. ആധാർ കാർഡിന്റെ പകർപ്പ് ഹാജരാക്കണം. പങ്കെടുക്കുന്നവർ ഓഗസ്റ്റ് 23 വൈകിട്ട് 5-നകം 0495 241 4579 എന്ന ഫോൺ നമ്പർ വഴിയോ നേരിട്ടോ പേര് രജിസ്റ്റർ ചെയ്യണം. വടകര മോഡൽ പോളിടെക്നിക് കോളേജിൽ ഡെമോൺസ്ട്രേറ്ററുടെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് 1ാം ക്ലാസ് ഡിപ്ലോമ, BSc കമ്പ്യൂട്ടർ സയൻസ്. സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും സഹിതം ഓഗസ്റ്റ് 21 രാവിലെ 10:30 കൂടിക്കാഴ്ചയ്ക്കെത്തണം.
ഫോൺ 0496-252-4920. കോഴിക്കോട് ഗവൺമെന്റ് വനിതാ ITI IMC സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത +2, ITI, ഡിഗ്രി. ഫോൺ 8086-415698, 9746953585. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.